വെൽക്കം ടു ഗ്രീൻ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രീഡ്സിന്റെ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് 2 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബ്രീഡ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ പാർട്ട് 1, ബ്രീഡ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ പാർട്ട് 2. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 2 ബ്രീഡ്സ് ഓഫ് ലൈവ് സ്റ്റോക്ക് എന്ന ഭാഗത്തെ 3ാമത്തെ ക്ലാസ് ആണ് ഇത്. ബ്രീഡ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന ഭാഗത്തു നിന്നും ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരു എക്സാം എന്നതുപോലെ അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഭാഗം നിങ്ങൾ എത്രത്തോളം നന്നായി പഠിച്ചു എന്ന്. ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not a taxonomic category? Option A domain, Option B phylum, Option C genus, Option D breed. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ബ്രീഡ് ആണ്. അതായത് ബ്രീഡ് എന്ന് പറയുന്ന പദം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഒരു വിഭാഗമല്ല, മറിച്ച് ഒരു സ്പീഷീസിന്റെ അണ്ടറിൽ സിമിലാരിറ്റീസ് ഉള്ള ജീവികളെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ബ്രീഡ് ഫോർമേഷൻ? ഓപ്ഷൻ എ ജനറ്റിക് ഐസൊലേഷൻ, ഓപ്ഷൻ ബി നാച്ചുറൽ അഡാപ്റ്റേഷൻ ടു ദ എൻവയോൺമെന്റ്, ഓപ്ഷൻ സി ഹ്യൂമൻ ഇന്റർവെൻഷൻ ആൻഡ് പർപ്പസ്ഫുൾ ബ്രീഡിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ബ്രീഡ് ഫോർമേഷന്റെ ഭാഗം അല്ലാത്തത് ഏത് എന്നാണ്. ജനറ്റിക് ഐസൊലേഷൻ ആയാലും എൻവയോൺമെന്റിനോടുള്ള അഡാപ്റ്റേഷൻ ആയാലും ഹ്യൂമൻ ഇന്റർവെൻഷൻ ആൻഡ് പർപ്പസ്ഫുൾ ബ്രീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെലക്റ്റീവ് ബ്രീഡിംഗ് ആണ്. അപ്പോൾ ഇത് മൂന്നും ബ്രീഡ് ഫോർമേഷന്റെ ഭാഗമാണ്. സോ ഇവിടുത്തെ ആൻസർ നൺ ഓഫ് ദി എബോ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Pick out the odd one. Option A കങ്കയം, ഓപ്ഷൻ ബി ഗിർ, ഓപ്ഷൻ സി അമൃത് മഹൽ, ഓപ്ഷൻ ഡി ഹള്ളിക്കാർ. ഓക്കെ, ഇവിടെ ഓഡ് വൺ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ഗിർ ആണ്. ഗിർ ഒരു ഡയറി ബ്രീഡ് ആണ്. ബാക്കിയെല്ലാം തന്നെ ഡ്രോട്ട് ബ്രീഡ് ആണ്. ഇത് കൂടാതെ കില്ലാരി, മാൽവി, സിരി ഇതും ഇന്ത്യയിൽ കാണപ്പെടുന്ന ഡ്രോട്ട് ബ്രീഡ്സ് ഓഫ് കാറ്റിലാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡ്യുവൽ പർപ്പസ് ബ്രീഡ്? ഓപ്ഷൻ എ സിന്ധി, ഓപ്ഷൻ ബി കങ്കയം, ഓപ്ഷൻ സി സാഹിവാൾ, ഓപ്ഷൻ ഡി ഡിയോനി. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സിന്ധി സാഹിവാൾ നമുക്കറിയാം ഡയറി ബ്രീഡ് ആണ്. കങ്കയം ഒരു ഡോട്ട് ബ്രീഡ് ആണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ഡയോനി ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഓർഡർ പെരിസോഡാക്ടൈലെ. ഓപ്ഷൻ എ ക്യാറ്റിൽ, ഓപ്ഷൻ ബി ഷീപ്പ്, ഓപ്ഷൻ സി ഹോഴ്സ്, ഓപ്ഷൻ ഡി പിഗ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ഹോഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഈ ഓർഡർ പെരിസോഡാക്ടൈലെ? ഒറ്റ കുളമ്പുള്ള ജീവികളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഓർഡർ ആണ് പെരിസോഡാക്ടൈലെ. ഇവ ആംഗുലേറ്റ്സ് എന്നും ഓടുചോട് എന്നും അറിയപ്പെടുന്നു. എക്സാമ്പിൾ ആണ് ഹോഴ്സും ആൻസും. അതുപോലെ തന്നെ ഇരട്ടക്കുളമ്പുള്ള ജീവികളുണ്ട്. അവയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഓർഡർ ആണ് ആർട്ടിയോഡാക്ടൈലെ. ഇവ ക്ലോവൻ ഫുഡഡ് എന്നും ഇവൻ ചോടെന്നും അറിയപ്പെടുന്നു. എക്സാമ്പിൾ ക്യാറ്റിൽ, ഷീപ്പ്, ഗോഡ് ആൻഡ് പിഗ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറി ബ്രീഡ്? ഓപ്ഷൻ എ പെൻഡുലസ് ഡ്യൂലാപ്പ്, ഓപ്ഷൻ ബി ടൈറ്റ് സ്കിൻ ആൻഡ് ഫാസ്റ്റ് ഗൈഡ്, ഓപ്ഷൻ സി ലൂസ് സ്കിൻ, ഓപ്ഷൻ ഡി ബ്രൈറ്റ് ഐസ് ആൻഡ് കപ്പാഷ്യസ് അഡാർ. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ടൈറ്റ് സ്കിൻ, ഫാസ്റ്റ് ഗൈഡ് ആൻഡ് സ്ട്രോങ് ലിംസ് ഇത് മൂന്നും നമ്മുടെ ഡ്രോട്ട് ബ്രീഡിന്റെ ക്യാരക്ടേഴ്സ് ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ബിലോ. Indian cattle are naturally adapted to hot and humid climate.
Option B, Indian cattle breeds exhibit strong disease resistance. Option C, Indian cattle often have a hump and dewlap which helps to regulate body temperature by reducing heat stress and promoting heat dissipation. Option D, exotic breeds of cattle can't produce significantly more milk than indigenous breeds of cattle. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്താണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്? വിദേശ കന്നുകാലി ഇനങ്ങൾക്ക് തദ്ദേശീയ കന്നുകാലി ഇനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ്. എന്നാൽ വിദേശീയ ഇനങ്ങളാണ് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് കൂടി നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റുമായി ഇന്ത്യൻ കന്നുകാലികൾ സ്വാഭാവികമായി പൊരുത്തപ്പെടുന്നു എന്നാണ്. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി എന്താണ് പറയുന്നത്? ഇന്ത്യൻ കന്നുകാലി ഇനങ്ങൾ ശക്തമായ രോഗപ്രതിരോധ ശേഷി കാണിക്കുന്നു എന്നാണ്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? ഇന്ത്യൻ കാറ്റലിന് സാധാരണയായിട്ട് ഹമ്പും ഡ്യൂലാപ്പും ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കുകയും താപവിസർജനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നാണ്. ഇതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ മോസ്റ്റ് ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓപ്ഷൻ എ സ്പീഷീസ്, ഓപ്ഷൻ ബി ബ്രീഡ്, ഓപ്ഷൻ സി ക്ലാസ്, ഓപ്ഷൻ ഡി വെറൈറ്റി. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ സ്പീഷീസ് ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് ഓർഡർ ഓഫ് സിസ്റ്റമിക് പൊസിഷൻ ഓഫ് കാറ്റിൽ. എ, ബി, സി, ഡി എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതാണ് ഒരു കാറ്റിന്റെ സിസ്റ്റമിക് പൊസിഷന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ടേം ബ്രീഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സഫിഷ്യന്റ്ലി എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓർ ബേർഡ്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. വിച്ച് ഹാവ് എ കോമൺ ബ്രീഡിംഗ് ഹിസ്റ്ററി ആൻഡ് ആൻസെസ്റ്റേഴ്സ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. possess different morphological, physiological and genotypic characteristics which are inherited. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എക്സാമ്പിൾസ് ആർ കാറ്റിൽ, ഗോട്ട്, ഷീപ്പ് ആൻഡ് പിഗ്. ഓപ്ഷൻ എ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് only. ഓപ്ഷൻ ബി ഫസ്റ്റ്, തേർഡ് ആൻഡ് ഫോർത്ത് only. ഓപ്ഷൻ സി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് only. ഓപ്ഷൻ ഡി all the above. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് only ആണ് ആൻസർ. എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ബ്രീഡ് എന്ന പദം അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്താനാണ്. ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ഒരു വലിയ കൂട്ടമായാൽ മതി. അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ഇവയ്ക്ക് പൊതുവായ പ്രജനന ചരിത്രവും പൂർവികരും ഉണ്ട് എന്നാണ്. ഇതും കറക്റ്റ് ആണ്. എന്നാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? പാരമ്പര്യമായി പകർന്നു കിട്ടുന്ന മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് ജീനോടൈപ്പിക് ക്യാരക്ടേഴ്സ് പൊസസ് ചെയ്യണം. അത് ഡിഫറെന്റ് ആയിട്ടുള്ളതാവണമെന്നാണ്. എന്നാൽ തെറ്റാണ്. അവിടെ സിമിലർ ആയിട്ടുള്ള മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് ജീനോടൈപ്പിക് ക്യാരക്ടേഴ്സ് ആണ് പൊസസ് ചെയ്യേണ്ടത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? അതിനുള്ള എക്സാമ്പിൾ ആണ്. ബ്രീഡ് എന്ന ടേമിന് അനുസരിച്ചുള്ള എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ എക്സാമ്പിൾസ് ഒക്കെ തന്നെ തെറ്റാണ്. ഇതൊക്കെ ഓരോ സ്പീഷീസ് ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു യൂട്ടിലിറ്റി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓങ്കോൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡ്യുവൽ പർപ്പസ് ബ്രീഡ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഹള്ളിക്കർ ഈസ് ക്ലാസിഫൈഡ് ആസ് ഡ്രോട്ട് ബ്രീഡ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കാംഗ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് drought work and for milk production. Fourth statement, Sahiwal is one of the best dairy breed in India. Option A, first and second only. Option B, first, second and third only. Option C, none of the above. Option D, all the above. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ഓങ്കോൾ ഒരു ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ്. ഓങ്കോൾ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും ഓർത്തു വെക്കുക. ഹല്ലിക്കർ ഡ്രോട്ട് ബ്രീഡാണ്. കാംഗ്രിസ് എന്ന് പറയുന്നത് ഡ്രോട്ട് വർക്കിനും മിൽക്ക് പ്രൊഡക്ഷനും ഉപയോഗിക്കുന്നു, അതായത് ഒരു ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ്. സാഹിവാൾ നമുക്കറിയാം ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് ഡയറി ബ്രീഡാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ദി എബോ ആണ് ഇവിടുത്തെ ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ബ്രീഡ്സ് ഡെവലപ്ഡ് ഇൻ എ സർട്ടൻ ജിയോഗ്രഫിക്കൽ ഏരിയ. ഓപ്ഷൻ എ സ്ട്രെയിൻ, ഓപ്ഷൻ ബി ക്ലാസ്, ഓപ്ഷൻ സി ബ്രീഡ്, ഓപ്ഷൻ ഡി വെറൈറ്റി. ഓക്കെ, നമുക്കറിയാം ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ക്ലാസ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെറൈറ്റി ഈസ് എ സബ് ഡിവിഷൻ ഓഫ് ഡാഷ് ഓഫ് ചിക്കൻ based on the difference in plumage color, feather pattern and comb type. Option A breeds, option B order, option C variety, option D species. Okay, ഇവിടുത്തെ ആൻസർ ബ്രീഡ്സ് ആണ്. വെറൈറ്റി ഈസ് എ സബ് ഡിവിഷൻ ഓഫ് ബ്രീഡ്സ് ഓഫ് ചിക്കൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രെയിൻ ഡിനോട്ട് എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഡെവലപ്ഡ് ഫ്രം എ പർട്ടിക്കുലർ വെറൈറ്റി ബൈ ഡാഷ്. Option A selective breeding, option B genetic isolation, option C adaptation to the environment, option D all the above. ഓക്കെ, ഇവിടുത്തെ ആൻസർ സെലക്റ്റീവ് ബ്രീഡിംഗ് ആണ്. സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെയാണ് നമ്മൾ പുതിയൊരു സ്ട്രെയിൻ ഉണ്ടാക്കിയെടുക്കുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂ ഹാംപ്ഷയർ ഏഷ്യാറ്റിക്, കോർണിഷ് മെഡിറ്ററേനിയൻ ക്ലാസ്, ബ്ലാക്ക് മിനോർക്ക ഇംഗ്ലീഷ് ക്ലാസ്, ലാങ്ഷാൻ അമേരിക്കൻ ക്ലാസ്. താഴെ എ ബി സി ഡി എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, ഏതാണ് ഇവിടുത്തെ ആൻസർ? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ടി ആണ്, അതായത് ന്യൂ ഹാംഷയർ എന്ന് പറയുന്നത് ഏഷ്യാറ്റിക് ക്ലാസ് ഓഫ് പോൾട്രി ആണ്. അത് കറക്റ്റ് ആണ്. 2 എന്ന് പറയുന്നത് സി ആണ്, അതായത് കോർണിഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്ലാസ് ഓഫ് പോൾട്രി ആണ്. അതും ശരിയാണ്. 3 എന്ന് പറഞ്ഞാൽ ബി ആണ്, ബ്ലാക്ക് മിനോർക്ക ഒരു മെഡിറ്ററേനിയൻ ക്ലാസ് ഓഫ് പോൾട്രി ആണ്. അതും ശരിയാണ്. 4 എന്ന് പറയുന്നത് എ ആണ്, ലാങ്ഷാൻ എന്ന് പറയുന്നത് ഏഷ്യാറ്റിക് ക്ലാസ് ഓഫ് പോൾട്രി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Find the correct statements from below. Option A. Feathered shanks are seen in Asiatic class of poultry. Option B. Egg production is the main purpose of Mediterranean class of poultry. Option C. Massive appearance can be seen in Asiatic class of poultry. Option D. All the above. അപ്പോൾ ഏതാണ് ഇവിടുത്തെ ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏഷ്യാറ്റിക് ക്ലാസ് ഓഫ് പോൾട്രിയുടെ ഒരു പിക്യൂലിയാരിറ്റി ആണ് ഫെതേർഡ് ഷാങ്സ്. മെഡിറ്ററേനിയൻ ക്ലാസ് ഓഫ് പോൾട്രിയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എഗ് പ്രൊഡക്ഷൻ ആണ്. മാസീവ് അപ്പിയറൻസ് കൂടുതലും കാണാൻ സാധിക്കുന്നതും ഏഷ്യാറ്റിക് ക്ലാസ് ഓഫ് പോൾട്രിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓൾ ദി എബോ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെഡ് കോർണിഷ് ആൻഡ് വൈറ്റ് കോർണിഷ് ആർ ദ 2 ഡാഷ് ഓഫ് കോർണിഷ് ബ്രീഡ് ഓഫ് ചിക്കൻ. ഓപ്ഷൻ എ സബ് ക്ലാസസ്, ഓപ്ഷൻ ബി വെറൈറ്റീസ്, ഓപ്ഷൻ സി സ്ട്രെയിൻസ്, ഓപ്ഷൻ ഡി ജീനസ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി വെറൈറ്റീസ് ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡറിംഗ് ദ കളർ ഓഫ് ഇയർ ലോബ്സ് ഫൈൻഡ് ദി ഓഡ് വൺ. ഓപ്ഷൻ എ അമേരിക്കൻ ക്ലാസ്, ഓപ്ഷൻ ബി ഇംഗ്ലീഷ് ക്ലാസ്, ഓപ്ഷൻ സി മെഡിറ്ററേനിയൻ ക്ലാസ്, ഓപ്ഷൻ ഡി ഏഷ്യാറ്റിക് ക്ലാസ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി മെഡിറ്ററേനിയൻ ക്ലാസ് ആണ്. ഇവയുടെ ഇയർ ലോബ്സിന്റെ കളർ വൈറ്റ് ആയിരിക്കും, ബാക്കിയുള്ളവയ്ക്ക് റെഡുമാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിഗാർഡിംഗ് ടു ദ ടേം ക്ലാസ്, which of the following statement is wrong? Option A. Term class is not a taxonomic category. Option B. Class is a group of birds developed in a certain geographical area. Option C. Birds belong to the class Aves. Option D. Animals belong to the class Mammalia. Okay, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ തെറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ടേം ക്ലാസ് എന്ന് പറയുന്നത് ടാക്സോണമിക് കാറ്റഗറിയിലെ ഒരു വിഭാഗമാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ റോങ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്,
Galliforms is an order of heavy-bodied ground-feeding birds. Second statement, Galliforms includes chicken, turkey, quail and other aquatic birds. Third statement, Anxeriforms is an order of birds highly adapted to aquatic life. Fourth statement, Galliforms and Anxeriforms include birds that are commonly domesticated by humans for food, feathers and even as pet. Option A, first and second only. Option B, first, second and fourth only. Option C, second only. Option D, none of the above. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി സെക്കൻഡ് ഒൺലി ആണ്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? അത്യാവശ്യം വലിപ്പമുള്ള ശരീരവും ഇര തേടുന്നത് കരയിലുമായിട്ടുള്ള ബേർഡ്സ് ഉൾപ്പെട്ടിട്ടുള്ളത് ഗാലിഫോംസ് എന്ന ഓർഡറിലാണ്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കരയിൽ ജീവിക്കുന്ന പക്ഷികൾ ഗാലിഫോംസ് എന്ന ഓർഡറിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഗാലിഫോംസിൽ ചിക്കൻ, ടർക്കി, കൊയിൽ അതുപോലെ തന്നെ അക്വാട്ടിക് ബേർഡ്സും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അക്വാട്ടിക് ബേർഡ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് ആങ്സറിഫോംസ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? അക്വാറ്റിക് ലൈഫിനോട് ഹൈലി അഡാപ്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സ് ഉൾപ്പെട്ടിട്ടുള്ളത് ആങ്സറിഫോംസ് എന്ന ഓർഡറിലാണ്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന് എക്സാമ്പിൾ ഡക്ക്, സ്വാൻ ഒക്കെയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അതായത് ഹ്യൂമൻസ് ഫുഡിനും അതുപോലെ തന്നെ ഫെദറിനും അതുപോലെ തന്നെ പെറ്റായിട്ട് പോലും വളർത്തുന്ന പക്ഷികൾ ഈ ഗാലിഫോംസിലും ആങ്സറിഫോംസിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് മാത്രമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ക്ലാസ് ഓഫ് പോൾട്രി ലാക്ക് ദ എബിലിറ്റി ടു ഡിപ്പോസിറ്റ് പിഗ്മെന്റ് ഇൻ ദ എഗ്ഷെൽ. ഓപ്ഷൻ എ അമേരിക്കൻ ക്ലാസ്, ഓപ്ഷൻ ബി ഇംഗ്ലീഷ് ക്ലാസ്, ഓപ്ഷൻ സി മെഡിറ്ററേനിയൻ ക്ലാസ്, ഓപ്ഷൻ ഡി ഏഷ്യാറ്റിക് ക്ലാസ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി മെഡിറ്ററേനിയൻ ക്ലാസ് ആണ്. ഇവയുടെ എഗ്ഷെല്ലിന്റെ കളറ് വൈറ്റ് ആണ്, ബാക്കിയുള്ളവയ്ക്ക് ബ്രൗണുമാണ്. എഗ് ഓവിഡക്റ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ പിഗ്മെന്റ് ഡിപ്പോസിഷൻ ഇല്ലാതെ വരുമ്പോൾ എഗ്ഷെല്ലിന്റെ കളറ് വൈറ്റ് ആകും. അപ്പോൾ എഗ്ഷെല്ലിന്റെ കളറിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു പിഗ്മെന്റ് ആണ് പ്രോട്ടോപ്രോഫൈലിൻ 9 എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ഞാനിവിടെ പറയാം. PROTOPORPHYRIN, റോമൻ ലെറ്റർ 9. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ ഫാദർ ഓഫ് ടാക്സോണമി? ഓപ്ഷൻ എ അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ബി ജോൺ റേ, ഓപ്ഷൻ സി ഏണസ്റ്റ് ഹക്കൽ, ഓപ്ഷൻ ഡി കോൾ ലിനേസ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി കോൾ ലിനേസ് ആണ്. ടാക്സോണമി അഥവാ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ പിതാവ് കോൾ ലിനേസ് ആണ്. അതുപോലെ തന്നെ ഒരു ജീവിയുടെ ജീനസ് നാമവും സ്പീഷീസ് നാമവും ഉപയോഗിച്ച് സയന്റിഫിക് നെയിം നൽകുന്ന രീതിയായ ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആവിഷ്കരിച്ചതും കോൾ ലിനേസ് ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ബ്രീഡ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഡാഷ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഡാഷ് ഇൻ യൂറോപ്പ് ആൻഡ് സൗത്ത് അമേരിക്ക. ഓപ്ഷൻ എ സെബു ബ്രഹ്മ, ഓപ്ഷൻ ബി ബ്രഹ്മ സെബു, ഓപ്ഷൻ സി ദേശി കാറ്റിൽ ഹംബ്ഡ് കാറ്റിൽ, ഓപ്ഷൻ ഡി ഇന്ത്യൻ കാറ്റിൽ സെബു. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ബ്രഹ്മ സെബു ആണ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇന്ത്യൻ കാറ്റിൽസ് അറിയപ്പെടുന്ന ബ്രഹ്മ എന്ന പേരിലാണ്, എന്നാൽ യൂറോപ്പ്, സൗത്ത് അമേരിക്ക എന്നിവിടങ്ങളിൽ സെബു എന്നും അറിയപ്പെടുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് അസൈനിങ് സയന്റിഫിക് നെയിം ടു സ്പീഷീസ് യൂസിംഗ് എ ജീനസ് ആൻഡ് സ്പീഷീസ് നെയിം. ഓപ്ഷൻ എ ടാക്സോണമി, ഓപ്ഷൻ ബി സിസ്റ്റമാറ്റിക്സ്, ഓപ്ഷൻ സി ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഓപ്ഷൻ ഡി ഓൾ ദി അബോവ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. ടാക്സോണമിയുടെ മറ്റൊരു പേരാണ് സിസ്റ്റമാറ്റിക്സ്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡറിംഗ് ദ ഇന്ത്യൻ ആൻഡ് എക്സോട്ടിക് കൗസ് മിൽക്ക്, പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ. ഓപ്ഷൻ എ A1 milk and A2 milk are obtained from exotic and indigenous cattle breeds respectively. Option B Indian cow's milk is often considered more nutritious due to the higher level of A2 beta casein, which is more digestible than A1 beta casein found in some exotic breeds.
Option C, BCM7, casomorphin 7, a bioactive peptide, is found when the A1 variant of beta casein is digested, which may cause negative health effect. Option D, all the above. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ദി എബോ ആണ്. എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഇന്ത്യൻ പശുക്കളുടെ പാലും വിദേശ പശുക്കളുടെ പാലും പരിഗണിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? A1 ആൻഡ് A2 മിൽക്ക്. A1 മിൽക്ക് എന്ന് പറയുന്നത് എക്സോട്ടിക് ബ്രീഡ്സ് ഓഫ് കാറ്റിലും A2 മിൽക്ക് എന്ന് പറയുന്നത് ഇൻഡിജീനസ് ബ്രീഡ്സ് ഓഫ് കാറ്റിൽസുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ്. ഓപ്ഷൻ ബി നോക്കാം. A2 ബീറ്റ കേസിന്റെ ഉയർന്ന അളവ് കാരണം ഇന്ത്യൻ പശുവിൻ പാൽ പലപ്പോഴും കൂടുതൽ പോഷക സമൃദ്ധമായി കണക്കാക്കപ്പെടുന്നു. ഈ A2 ബീറ്റ കേസിൻ എന്ന് പറയുന്നത് ചില എക്സോട്ടിക് ബ്രീഡ്സിൽ കാണപ്പെടുന്ന A1 ബീറ്റ കേസിനേക്കാൾ കൂടുതൽ ഡൈജസ്റ്റബിളുമാണ്. എന്താണ് ഈ A2 ബീറ്റ കേസിൻ ആൻഡ് A1 ബീറ്റ കേസിൻ? A1 ബീറ്റ കേസിൻ എന്ന് പറയുന്നത് എക്സോട്ടിക് ബ്രീഡ്സിന്റെ മിൽക്കിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ്. അതുപോലെ A2 ബീറ്റ കേസിൻ എന്ന് പറയുന്നത് ഇൻഡിജീനസ് കാറ്റിൽ ബ്രീഡ്സിന്റെ മിൽക്കിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ സി നോക്കാം. A1 വാരിയന്റ് ഓഫ് ബീറ്റ കേസിൻ ഡൈജസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കാണപ്പെടുന്ന ഒരു ബയോ ആക്റ്റീവ് പെപ്റ്റൈഡ് ആണ് BCM7 അഥവാ കാസോമോർഫിൻ 7 എന്ന് പറയുന്നത്. ഇത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ദി എബോ ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സുവോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലാൻഡ് ഫൗൾസ്. ഓപ്ഷൻ എ ആങ്സറിഫോംസ്, ഓപ്ഷൻ ബി ഗാലിഫോംസ്, ഓപ്ഷൻ സി ആർട്ടിയോഡാക്ടൈലെ, ഓപ്ഷൻ ഡി പെരിസോഡാക്ടൈലെ. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ഗാലിഫോംസ് ആണ്. അപ്പോൾ സുവോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ടർ ഫൗൾസ് അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിലോ? അപ്പോൾ അതിന്റെ ആൻസർ ആങ്സറിഫോംസ് ആണ്. ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. LI എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമന്റ് ആഡ് ചെയ്യുക. താങ്ക് യു ഫോർ ഹിയറിംഗ് മീ.